ഹായ്, ദിസ് ഈസ് സൂപ്പർ 30. ഇവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ജെയുടെ എക്സാം അരിച്ച് പറക്കി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്, നോ ഡൗട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ടഫായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ ഒരുപാടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ ക്ഷമ ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. മാത്രമല്ല ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ട്രിക്കല്ല, ഈ സാധനം. ഓക്കെ, ഈ പറഞ്ഞ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ പ്രോബ്ലത്തിലല്ല, ഇനി വരുന്ന പ്രോബ്ലത്തിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മാർക്ക് ചെയ്യുക. നൗ വി ഷാൽ ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് t = 0 with a velocity 10 meter per second at an angle of 60 degree with the horizontal. സോ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ എങ്കിൽ ഉണ്ടോ, ഈ വരെയാണ് ഹൊറിസോണ്ടൽ. ഇതുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനത്തിന് എടുത്തെറിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കമ്പോണൻസ് മാർക്ക് ചെയ്യുക. 60യോട് ചേർന്ന കമ്പോണൻറ്റ് 10 cos 60 അല്ലേ. cos 60യുടെ വാല്യൂ എത്രയാണ്, 1/2. സോ ഇത് എത്രയായിരിക്കും സാർ, ഈ കമ്പോണൻറ്റ് 10 × 1/2 5 ആയിരിക്കും. ഇനി ഈ കമ്പോണൻറ്റ് 10 × sin 60. sin 60 എത്രയാണ് സാർ, √3/2. സോ 10 × √3/2 5√3 ആയിരിക്കും ഈ കമ്പോണൻറ്റ്. കണ്ടോ, ക്ലിയർ. അപ്പോൾ t = 0 നിങ്ങൾ ഇതിനെ എടുത്തെറിയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. എറിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും സാർ, ഇതിങ്ങനെ പോയി എന്ത് ചെയ്യും, ഇങ്ങനെ വന്ന് വീഴും അല്ലേ. പ്രൊജക്റ്റൈൽ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ വന്ന് വീണു. ശരി, ബാക്കി വായിക്കാം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇറ്റ്സ് ട്രജക്ടറി അറ്റ് t = 1 സെക്കൻഡ് ഈസ് r. ഇതെന്താണ് സാർ പറയുന്നത്? ശ്രദ്ധിക്കാം, t = 1 സെക്കൻഡ് ആയപ്പോൾ ഇത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് സാർ ഇവിടെ എത്തിയെന്ന് മനസ്സിലായത്? അത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം t = 1 സെക്കൻഡിൽ എന്ത് ചെയ്യുക, ഇത് ഇവിടെ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതാണ് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അല്ലേ. ഇവിടെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ട്രജക്ടറി അല്ലേ, ഇതല്ല അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇതിന് നമ്മളൊരു റേഡിയസ് വരയ്ക്കുകയാണ്. അതായത് ഈ വെലോസിറ്റി ടാൻജൻ്റ് ആവുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഇവിടെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു സർക്കിള് സങ്കല്പിച്ചു നിങ്ങൾ, യെസ്, സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇറ്റ്സ് ട്രജക്ടറി അറ്റ് t = 1 സെക്കൻഡ്. t = 1 സെക്കൻഡിൽ ഇതിൻ്റെ ട്രജക്ടറി ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് മനസ്സിലായോ. ഈ വെലോസിറ്റി ടാൻജൻ്റ് ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. സോ ആദ്യത്തെ കാര്യം നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് സാർ ഇത് ഇവിടെ മാർക്ക് ചെയ്തത്, t = 1 സെക്കൻഡിൽ ഇവിടെ എത്തിയെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അതിനുള്ള ഉത്തരം ഇവിടെ ഇരിക്കുന്നുണ്ട്. എടാ, ഇവിടെ മുതൽ ഇവിടെ വരെ എത്താനായിട്ടുള്ള സമയം, ടോട്ടൽ ടൈം ഫ്ലൈറ്റ് അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2u sin θ/g. ഇവിടെ 2 × u sin θ എത്രയാണ്, 5√3 അല്ലേ. /10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 1.73 എന്ന് കിട്ടും. അതായത് 1.73 സെക്കൻഡ് കൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. സ്വർണ്ണോ, അതായത് ഒരു സെക്കൻഡിൽ ഇത് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആലോചിച്ച് നോക്കുക. ക്ലിയർ? ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വരച്ചത്. ഓക്കെ, ഇനി ബാക്കി പരിപാടികളിലേക്ക് പോവാം. ഓക്കെ, കുറച്ചധികം പരിപാടികളുണ്ട്. എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കുക, ശ്രദ്ധിക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ എന്ന് വിചാരിക്കുക. ഈ വെലോസിറ്റി വെക്ടറിന് 2 കമ്പോണൻസ് ഉണ്ട് അല്ലേ. vx_i ഉണ്ട്, അതുപോലെ vy_j ഉണ്ട്. നിങ്ങൾക്കറിയാം. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് സാർ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എക്സ് കമ്പോണൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും പ്രൊജക്റ്റൈൽ മോഷനിൽ എക്സ് കമ്പോണൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. തുടക്കത്തിൽ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 5 ആയിരിക്കും സാർ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് 5 എഴുതി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വെലോസിറ്റിയുടെ വൈ കമ്പോണൻറ്റ് ഒരു സെക്കൻഡിൽ കണ്ടോ, ഈ ഒരു സമയത്ത് വൈ കമ്പോണൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യും സാർ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെർട്ടിക്കൽ മോഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയിട്ട് വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ ദിസ് ഈസ് വെലോസിറ്റി ഇൻ y
വൈ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വി വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു വൈയുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം, യു വൈയുടെ വാല്യൂ അല്ലേ. ദിസ് ഈസ് യു എക്സ്, ദിസ് ഈസ് യു വൈ, ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. യു വൈയുടെ വാല്യൂ 5√3. ആക്സലേഷൻ്റെ വാല്യൂ -10 ആയിട്ട് എടുക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10 ആയിട്ട് എടുക്കാൻ. സോ നമ്മളിവിടെ താഴത്തേക്കാണ് ആക്സലേഷൻ, സോ -10. ടൈം എത്രയാണ് സാർ, 1 സെക്കൻഡിലെ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടൈം 1 ആയിട്ട് എടുത്തു. സോ വി വൈയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി, 5√3 -10 എന്ന് കിട്ടി. ഓക്കെ. സോ വെലോസിറ്റി വെക്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റും സാർ, 5√3 i ക്യാപ് മൈനസ് വെലോസിറ്റി വെക്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് കമ്പോണൻ്റ് എത്രയാടാ 5 i ക്യാപ്പിലുണ്ട്, പ്ലസ് വൈയിലോ 5√3 -10 ജെ ക്യാപ്, ഇങ്ങനെയല്ല എഴുതുക. ശരി സാർ, നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ കിട്ടി. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്ട് ഇവിടുത്തെ സ്പീഡ് എത്രയാണ്. നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടിരിക്കുക, വലിയ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇവിടുത്തെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സാർ വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് സാർ സ്പീഡ്. ശരിയല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക സാർ, ഇതിൻ്റെ എക്സ് സ്ക്വയർ ചെയ്യണം പ്ലസ് ഇതിൻ്റെ വൈ സ്ക്വയർ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും, ചെയ്യൂ സ്പീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് എത്രയാടാ 5. അപ്പോൾ സാർ 5² പ്ലസ് വൈ കമ്പോണൻ്റ് എത്രയാണ് സാർ 5√3 -10, അതിനെയും സ്ക്വയർ ചെയ്യണം. ഓക്കെ ശരി. അപ്പോൾ ഇതായിരിക്കും ഇവിടെ അത് പോകുന്ന സ്പീഡ്. ഇത്രയും ക്ലിയർ ആണ്. ശരി, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അതെങ്ങനെയാണ് സാർ. അപ്പം ഞാൻ പറയും ഇത് 5 ആണ്, ശരിയല്ലേ. വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണിത്. ഇനി ഈ കമ്പോണൻ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതട്ടെ. ഈ കമ്പോണൻ്റ് എത്ര, എക്സ് കമ്പോണൻ്റ് 5, വൈ കമ്പോണൻ്റ് എത്രയാണ്, ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 5√3 -10 അല്ലേ. എടാ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈ വെലോസിറ്റിയുടെ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടുക. യെസ്, നെഗറ്റീവ് വാല്യൂ. ഇതിൻ്റെ അളവ് മാത്രം, ഈ സൈഡിൻ്റെ അളവ് മാത്രം എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, അളവ് മാത്രം ചോദിച്ചാൽ 10 - 5√3 എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇവിടെ താഴത്തേക്ക് ആയതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ കിട്ടുക. അളവ് സൈഡിൻ്റെ ലെങ്ത്ത് ചോദിച്ചാൽ 10 - 5√3. ശ്രദ്ധിക്കണം. യെസ്, ഇവിടെ തെറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു ട്രയാങ്കിളിലെ tan 15 ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ, ആ ട്രയാങ്കിളിലെ tan 15, ഇത് 15 ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ. tan θ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക സാർ, tan θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് 10 - 5√3 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5 ആണ്. അതായത് tan θയുടെ വില എത്രയാണെന്ന് കിട്ടും അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 2 - √3. നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു tan 15 ആണെന്ന് കിട്ടുക, 2 - √3 കിട്ടുക. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ആംഗിൾ 15 ആണെന്ന്. മനസ്സിലായി. ഇവിടെ tan θയുടെ വാല്യൂ 2 - √3, അതിൽ നിന്നാണ് എനിക്കിത് മനസ്സിലാവുന്നത്. കണ്ടോ, ഇത് 15 ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം പരിപാടികളുണ്ട്. ഓക്കെ, ഈ ആംഗിൾ എന്താണെന്ന് മനസ്സിലായിടാ, 15 ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഇദ്ദേഹത്തിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ച് വയ്ക്കട്ടെ. ഈ സർക്കിളും കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ പറയാം. ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്റ്റർ. ഇവിടെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ്, ഈ ആംഗിൾ 15. ഓക്കെ, ക്ലിയർ. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്റ്റർ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ആക്സലറേഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സാറേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെയാണെങ്കിൽ നിങ്ങൾ താഴത്തേക്ക് മാർക്ക് ചെയ്യും, ഇവിടെയാണെങ്കിൽ താഴത്തേക്ക്, ഇവിടെയാണെങ്കിലോ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും. യെസ് ഓർ നോ? ഇതായിരിക്കും നിങ്ങളുടെ ജി എന്ന് പറയുന്നത് അല്ലേ. ആക്സലറേഷൻ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ഇതായിരിക്കും അല്ലേ. യെസ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് വെക്കുക. ഈ ആക്സലറേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, 2 കമ്പോണൻ്റ് ആക്കാൻ പോവുകയാണ്. വേറെ കളർ എടുക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ ആക്സലറേഷൻ. ഇത് ഞാൻ എന്ത് ചെയ്യടാ, 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുകയാണ്. ഇതൊരു കമ്പോണൻറ്റ്, ഇവിടെ ആക്സലറേഷൻ്റെ ഇത് മറ്റൊരു കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇത് 15 ആണെന്ന് നിങ്ങൾ പറയണം. 15 പറയണം. അതെങ്ങനെയാണ് സാർ മനസ്സിലാവുക? ഇത് 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഇത് 15, അപ്പോൾ ഇത് എത്രയായിരിക്കും, ഇത് 75 അല്ലേ. ഇനി ഇത് എത്രയായിരിക്കും, അത് 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ പരിപാടികൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഉത്തരത്തിലേക്ക്.
അപ്പോൾ ഇത് 15 ആണെങ്കിൽ ഈ ആക്സലറേഷൻ്റെ ഈ കമ്പോണൻ്റ് എത്രയായിരിക്കും? ഇത് ജി കോസ് 15 ആയിരിക്കും, തീറ്റയോട് ചേർന്ന് കോസ് 15. ഈ ആക്സലറേഷൻ്റെ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? ഇത് ജി സൈൻ 15 ആയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പറയണം, സർ സർക്കുലാർ മോഷന് സഹായിക്കുന്ന ആക്സലറേഷൻ അല്ലേ സാർ ഇത്? യെസ് അല്ലേ? ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ അല്ലേ ഇത്? അതായത് ഇതെന്താണ് സാർ? ആക്ച്വലി ഇത് നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ്. അപ്പോൾ ഇത് ടാൻജൻഷ്യൽ ആക്സലറേഷനാണ്. ഓക്കെ, സോ സർക്കുലാർ മോഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്പീഡിൻ്റെ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ സ്പീഡിനെ എഴുതുക. സ്പീഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. സാർ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് സാർ ചോദിച്ചത്? റേഡിയസ് ആണ്. സോ ഈ ഫോർമുലയിൽ നിന്നാണ് നിങ്ങൾ ഇനി റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ, സോ ഇതിൽ നിന്നും റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സാർ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? യെസ് സാർ, സ്പീഡിൻ്റെ സ്ക്വയർ. അപ്പോൾ അതാ പരിപാടികൾ തുടങ്ങിക്കോളൂ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡിൻ്റെ സ്ക്വയർ. സ്പീഡിൻ്റെ ഇതാണല്ലോ സാർ സ്പീഡ്, അതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ റൂട്ടില്ലാതെ എഴുതിയാൽ മതി. സാർ 5 സ്ക്വയർ ഉണ്ട് പ്ലസ് ഇവിടെ എല്ലാം എഴുതി തരാം. 5√3 മൈനസ് 10ൻ്റെ ഹോൾ സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എത്രയാണ്? ജി ഇൻറ്റു കോസ് 15. ജിയുടെ വാല്യൂ എത്രയാണ്? 10. സാർ കോസ് 15ൻ്റെ വാല്യൂ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേപ്പറിലേക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഞാൻ കോസ് 15 എഴുതിയിട്ട് ഇവിടെ ഞാൻ അതിൻ്റെ വാല്യൂ എഴുതാം കേട്ടോ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ 10 ഇൻറ്റു കോസ് 15ൻ്റെ വാല്യൂ നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതുമ്പോൾ എന്താ കിട്ടുക? √3 + 1/2√2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി ഇവിടെ കുറേ സമയം നിങ്ങളുടെ നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. വേഗം സോൾവ് ചെയ്തേടാ. ശ്രദ്ധിച്ചേ, 5 സ്ക്വയർ എത്രയാടാ? 25 പ്ലസ് ഇതെന്താടാ? a-b² ഓക്കെ, അപ്പോൾ 5√3 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 25 × 3 75. ദെൻ മൈനസ് 2 × 5√3 × 10. a-b² ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമടാ? ഇവിടെ എത്ര കിട്ടുക? 2 × 5 10, ദെൻ 10 100√3 എന്ന് കിട്ടും അല്ലേ? ദെൻ വീണ്ടും ഒരു പ്ലസ് 10 സ്ക്വയർ 100 സ്വർണ്ണോ ഡിവൈഡഡ് ബൈ അകത്തുള്ളത് അതുപോലെ തന്നെ എഴുതാമല്ലേ തൽക്കാലം? അകത്തുള്ളത് തൽക്കാലം അതുപോലെ തന്നെ എഴുതാം. വേണ്ട, അത് 10 × √3 + 1 എത്രയാടാ? √3 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.73യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 2.73 കിട്ടും അല്ലേ? ദെൻ ഡിവൈഡഡ് ബൈ ഒരു 2√2 അടിയിലുണ്ട്. യെസ്, ഇതവിടെ കിടക്കട്ടെ. ബാക്കി മുകളിൽ നോക്കുക. സോ R = മുകളിൽ എത്ര കിട്ടിയത്? 25 75 100 100 200 മൈനസ് 100√3 ഡിവൈഡഡ് ബൈ 10 × 2.73. ഈ 2√2 നമുക്ക് മുകളിലേക്ക് എഴുതി ഇവിടെ പരിപാടി കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ 200 മൈനസ് 10√3 ഇതെന്താ സാധനം? നിങ്ങൾ നോക്കിയേ, കൃത്യമായിട്ട് നോക്കിയേ. ഇതെത്ര കിട്ടുക? ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നമുക്ക് 27 കിട്ടുക. ഇതെത്ര? 27 തന്നെ. രണ്ടും ക്യാൻസൽ ആയില്ലേ? ഫൈനൽ ആൻസർ എത്രയാടാ? 2√2. അതായത് 2 × 1.414. അതായത് എത്രയാണ് സാർ? 2.8. സാർ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ സാർ? ഉണ്ട് സാർ. കാൽക്കുലേഷൻ ഇത്തിരി വലുതാണെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2.8. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ.